പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വരാനുണ്ടായ ഒരു കാരണം, ഉച്ചയ്ക്ക് ഞാൻ നെജിലയുടെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഒരു കാര്യം അതിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശിയായ ഒരു യൂട്യൂബറിൻ്റെ നിരന്തര പീഡനം മൂലമാണ് ആ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ താറുമാറായിരിക്കുന്നത്. അവരുടെ ഒരുപാട് കള്ളങ്ങൾ ഇത് പൊളിച്ചടിക്കുന്ന അവർ പൊതുസമൂഹത്തിൽ വന്ന് പറയുന്നുണ്ട്. അത് സത്യമായിരിക്കാം എങ്കിൽ പോലും ആ കുടുംബത്തിൽ വാർദ്ധക്യമായ ആ മാതാവിൻ്റെ ഒരു വോയിസ് വെച്ച് പോലും അവർ ഈ പൊതുസമൂഹത്തിൽ റീച്ചുണ്ടാക്കി ആ കുടുംബം എന്താ പറയുക, ഇപ്പം മരണ സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ മാതാവ് എന്ത് ചെയ്താലും അതുപോലെ ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റിയാലും ഈ ഗർഭിണിയായിട്ടിരിക്കുന്ന ഈ യൂട്യൂബറിന് എന്ത് പറ്റിയാലും നമ്മളെല്ലാം പൊതുസമൂഹത്തിൽ കാണുന്നില്ല. ഇപ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു. എന്തെങ്കിലും ഒന്ന് വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? വാശി, വൈരാഗ്യം ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ, കണ്ടന്റ് ഉണ്ടാക്കാൻ ഇങ്ങനെയാണ് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുന്നത്. ഇതിന് ആരും അനുവദിക്കരുത്. ഇത് ഒരു മൊഴിയായി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് മാക്സിമം അധികാരികൾ ഈ വീഡിയോ നിങ്ങൾ എത്തിക്കണം. ഭാവിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവം ഉണ്ടായാൽ നമുക്ക് ഇത് അവരിൽ എത്തിക്കണം. അവർ തീരുമാനിക്കട്ടെ ആരുടെ ഭാഗത്ത് സത്യം, ആരുടെ ഭാഗത്ത് കള്ളം എന്നെല്ലാം തീരുമാനിക്കട്ടെ. അവർ വീണ്ടും ഇന്നും ഇവരെക്കുറിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കാണാനും കേൾക്കാനും ആരുമില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാവരും ചെയ്യുന്നുണ്ട്, മാന്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നില്ല. ഇവർ നിരന്തരം ഇന്നും രാവിലെ വന്നിരുന്നു ആ കുട്ടിയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്. അതൊക്കെ എന്നാൽ പോക്ക് വളരെ മോശപ്പെട്ട വർത്തമാനത്തിലോട്ടാണ് അവരുടെ പോക്കി. അപ്പോൾ നിങ്ങളിത് മാക്സിമം എല്ലാ അധികാരികളിലും എത്തിച്ചുകൊണ്ട് ഈ കുടുംബത്തെ രക്ഷിക്കുക. ഇനി ഇവരിൽ നിന്നും ഈ കുടുംബത്തിന് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാവാൻ പാടില്ല. നമ്മളും സ്ത്രീകളാണ്, തെറ്റ് പറ്റാത്തവരാരും തന്നെയില്ല. എല്ലാവർക്കും തെറ്റ് പറ്റും. ഇവരും തെറ്റ് ചെയ്തൊരു സ്ത്രീയാണ്. ഇവരും ഒരാളുടെ കൂടെ ഇറങ്ങി വന്നതാണ്. അല്ലാതെ ഇവർ കല്യാണം കഴിച്ച സ്ത്രീയല്ല ഈ പറയുന്ന സ്ത്രീ. അവർക്കുമുണ്ട് 6 മക്കൾ. അവരുടെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് ഇവരും സഹായം തേടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഭിക്ഷ യാചിക്കുന്നു എന്ന് മുഴുവനും പറയുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഒരു ഭിക്ഷ യാചിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സഹായം തേടിയ വീഡിയോ നമ്മൾ കണ്ടു. ഒരിക്കലും ഭിക്ഷ യാചിച്ചിട്ടില്ല. ഭിക്ഷ യാചിക്കുന്നുള്ള വീഡിയോയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി ആ കുടുംബത്തെ വേട്ടയാടാൻ ആരും അനുവദിക്കരുത്. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ അധികാരികളിൽ എത്തിക്കുക. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ഇവിടെ വെച്ച് നിർത്തിക്കോളണം. പിന്നെ രായമേ, എൻ്റെ വീട്ടുകാർക്കോ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ, എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ നീയാണ് പബ്ലിക്കിൽ കൊണ്ടുവന്നത് താറുമാറാക്കി. നിന്നെ ഞാൻ വെറുതെ വിടൂല. നീയാണ് ഇതിന് ഉത്തരവാദി. നീ ഒരൊറ്റ ഒരുത്തി. നിന്റെ അമ്മ വന്ന് കിണഞ്ഞ് പറഞ്ഞല്ലോ, അതേപോലെ എൻ്റെ ഉമ്മ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴും നീ ചെയ്തില്ല. നീയാണ് ഇതിനെല്ലാം ഉത്തരവാദി, വേറെ ആരുമല്ല. ഇക്കാര്യം കേൾക്കണുണ്ടാ? എനിക്കോ മക്കൾക്കോ എൻ്റെ വീട്ടുകാർക്കോ ഇക്കാരെ വീട്ടുകാർക്കോ എന്തെങ്കിലും വന്നാൽ ഉത്തരവാദി ഇവള് തന്നെയാണ്. ഞാൻ ഇല്ലാതെ